हमारी दादी, मीठी दादी, प्यारी दादी हमारे लिए एक आईना है ना। समर्पण हम सब हुए हैं, दादी हमारे आगे दर्पण है. ലീഡർഷിപ്പിന് അതിവിശാലമായ അർത്ഥങ്ങളുണ്ടെന്ന് തിരിച്ചറിവ് നൽകിയ മഹത് വ്യക്തിയാണ് ദാദി പ്രകാശ് മണിജി. ദാദിജിയുടെ ബാല്യകാലത്തെ പേര് രമ എന്നായിരുന്നു. എന്നാൽ വിശ്വത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ നിയുക്തമായ അത്ഭുതരത്നമാണ് ഈ പെൺകുട്ടി എന്ന സത്യം പരമാത്മാവിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതിനാലാണ് പരമാത്മാവ് ദാദിജിക്ക് പ്രകാശ് മണി എന്ന അലൗകിക നാമം നൽകിയത്. മാതൃത്വത്തിൽ നിന്നും നേതൃത്വത്തിലേക്ക് എന്ന മഹനീയമായ പാതയാണ് ദാദിജി പിന്തുടർന്നത്. दादी जी के व्यक्तित्व में सबसे पहली बात तो ये थी कि दादी जी पहली मुलाकात में हर व्यक्ति को इतना अपनापन का अनुभव करवा देती थी कि उस मोमेंट से वो व्यक्ति आजीवन दादी जी का अति प्यारा भाई या अति प्यारी बहन बन करके रहता. 1936 മുതൽ 1969 വരെയുള്ള കാലയളവിൽ ബ്രഹ്മാബാബ് ബ്രഹ്മാകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന വളരെ ശക്തമായ ഒരു സംഘടനയ്ക്ക് അടിത്തറ പാകി. അതിനുശേഷം ദാദിജിയുടെ സശക്തമായ നേതൃത്വത്തിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 100ഓളം ദേശങ്ങളിലായി 150 ഓളം സെന്ററുകളുടെ രൂപത്തിൽ വേരുറപ്പിച്ചു. 2500 അംഗീകൃത സെന്ററുകളും 20,000ഓളം ക്ലാസുകളും ഭാരതത്തിൽ ആരംഭിക്കാൻ തന്റെ ധൈര്യവും വിവേകവും ദാദിജി ഉപയോഗിച്ചു. ഇന്ന് ആ സെന്ററുകളുടെയും മെഡിറ്റേഷൻ ക്ലാസുകളുടെയും സംഖ്യ അന്നത്തേതിലും ഇരട്ടിയാണ്. Dadi Prakash Mani, she told us, you go ahead, I'm with you. And that support and that absolute trust that even though we were doing something very new, it was going to be fine and it was really part of service and not some strange idea that we had created. ദാദിജിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 8000 സഹോദരന്മാർ തങ്ങളുടെ മുഴുവൻ ജീവിതവും വിശ്വമംഗള കാര്യത്തിനായി സമർപ്പണം ചെയ്തു. മാത്രമല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പവിത്രവും സാത്വികവുമായ ജീവിതശൈലി പിന്തുടർന്നുകൊണ്ട് നിത്യവും ഈ സെന്ററുകളിൽ ആധ്യാത്മിക ധ്യാനവും രാജയോഗ ധ്യാന പരിശീലനവും നടത്തിവരുന്നു. പരമാത്മാവാണ് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, താൻ കേവലം നിമിത്തം മാത്രമാണ് എന്ന് ദാദി സദാ പറയുമായിരുന്നു. ഇതേ ഭാവത്തിലൂടെ തന്നെയാണ് ദാദിജി തന്റെ വിനയം നിറഞ്ഞ സ്വഭാവത്തിലൂടെ വിശ്വപരിവർത്തനത്തിനായുള്ള നവനിർമ്മാണ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ദാദിജി ഒരിക്കലും ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിച്ചിരുന്നില്ല, മാത്രമല്ല ഒരിക്കലും ആവേശത്തിലോ ദേഷ്യത്തിലോ വരികയും ചെയ്തിരുന്നില്ല. എന്നിട്ടും ദാദിജിയുടെ അതിശാന്തമായ ഒരു സൂചനയിലൂടെ തന്നെ ആളുകൾ സ്വയം മാറാൻ തയ്യാറായി. ദാദിജിയിൽ നിറഞ്ഞു നിന്നിരുന്ന മധുരത, വിനയം എന്നീ ദിവ്യഗുണങ്ങളും ഏവർക്കും ബഹുമാനം നൽകാനുള്ള സവിശേഷമായ കഴിവും അസാധ്യമായ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കി മാറ്റാനുള്ള അത്ഭുതകരമായ കഴിവ് ദാദിജിക്ക് നൽകി. हर एक का दिल लेना, हर एक के गुणों को देखना, हर एक को आगे बढ़ाना. ക്ഷമാസ്വരൂപമായിരുന്ന ദാദിജി എത്ര വലിയ തെറ്റുകൾ ചെയ്തിരുന്നവർക്ക് പോലും മാപ്പ് നൽകി അവരെ സദാകാലത്തേക്ക് പരിവർത്തനം ചെയ്തിരുന്നു. മാത്രമല്ല അവരുടെ തെറ്റ് ദാദിജി എന്നേക്കുമായി മറക്കുകയും ചെയ്യും. ആർ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരിലും ഏതെങ്കിലും ഒരു വിശേഷ ഗുണമെങ്കിലും അടങ്ങിയിട്ടുണ്ടാകും എന്ന് ദാദിജി ഏവരെയും സദാ ഓർമ്മിപ്പിച്ചിരുന്നു.
മാത്രമല്ല ഏവരുടെയും വിശേഷതകളെ ദാദി ഓർത്തുവെക്കാറുമുണ്ട്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അതിപ്രധാനമായ ഒരു ഓർഗനൈസേഷന്റെ നേതൃത്വം എന്ന ഉത്തരവാദിത്വം തന്റെ ചുമലുകളിൽ ഉണ്ടായിട്ടുപോലും ദാദിജി സദാ വളരെ ലൈറ്റ് ആൻഡ് ഈസി ആയിരുന്നു. ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഒരു മടിയും കൂടാതെ ദാദിജിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുവാദം ലഭിച്ചിരുന്നു. കുട്ടികളോട് കുട്ടിയായും യുവാക്കളോട് യുവാക്കളെ പോലെയും കലാകാരന്മാരോടൊപ്പം കലാകാരിയായും ദാദി ഇഴുകിച്ചേർന്നിരുന്നു. മാത്രമല്ല ദാദിജി തന്റെ സ്വസിദ്ധമായ മധുരത, ഉന്മേഷം, സരളത എന്നിവയിലൂടെ എല്ലാവരെയും ആകർഷിച്ചിരുന്നു. तो दादी जी के लिए हम सभी का दिल से यही निकलता था कि ये माँ है. എല്ലാവരുടെയും കണക്ഷൻ പരമാത്മാവിനോടായിരിക്കണം എന്നത് ദാദിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടുതന്നെ അനുയായികൾ ആരും തന്നെയില്ല. വളരെ ലളിതമായ വാക്കുകളിലൂടെ ഏവരെയും ആകർഷിച്ചിരുന്ന ദാദിജി ഒരു വിദുഷി കൂടിയായിരുന്നു. I did interview Dr. James Jonah, who was, I think, the Assistant Secretary General of the United Nations for Political Affairs. And I asked him many questions, but one question I asked him was, of all the leaders you have met, who is the most impressive? And he had met all the leaders at that time. And his answer was Dadi Prakashmani, because her life is her leadership. She leads by example. ഒരു വ്യക്തിയോട് ഏവരും സന്തുഷ്ടരാകുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദാദിജിയെക്കുറിച്ച് ആരോട് ചോദിച്ചാലും ദാദിജി എന്റേതാണ്, ദാദിയെപ്പോലെ മറ്റാരുമില്ല എന്ന ഒരേ മറുപടി തന്നെയാണ് ലഭിക്കുക. ഇതുതന്നെയായിരുന്നു സത്യം. സ്വന്തം അമ്മയോട് എല്ലാവർക്കും അത്യധികമായ സ്നേഹമല്ലേ ഉണ്ടാവുക. ശക്തി സ്വരൂപത്തിന്റെയും മാതൃരൂപത്തിന്റെയും സംയുക്തമായ പ്രതിരൂപമായിരുന്നു ദാദിജി. ഇന്നും ജ്ഞാനികളോ യോഗികളോ മഹാതപസ്വികളോ പ്രശസ്തരോ സാധാരണക്കാരോ ആയിക്കൊള്ളട്ടെ, ഏവരും ഒരേ മനസ്സോടെ ദാദി നമ്മുടെ യഥാർത്ഥ അമ്മയായിരുന്നു എന്ന് തന്നെയാണ് പറയാറുള്ളത്.